ഹായ് നമസ്കാരം. മുൻപ് ചെയ്ത ആ വീഡിയോയിൽ എൻ്റെ സംസാരം അല്പം സ്ലോ ആയിപ്പോയി. അത് പിന്നീട് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ചിലരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നും ചെയ്തു. ഞാൻ എൻ്റെ സംസാരം സ്പീഡായിട്ട് നിങ്ങൾക്കാർക്കും മനസ്സിലാവാതിരിക്കണ്ട എന്ന് കരുതി അല്പം സ്ലോ ആക്കിയതാണ്. നമ്മൾ പറയുന്ന വാക്കും എറിയുന്ന കല്ലും സൂക്ഷിക്കണം എന്നൊക്കെയാണല്ലോ പറയാറ്. അതൊരല്പം കൂടിപ്പോയി. നമ്മുടെ ചാനൽ സൈക്കിളിനെ ഫോക്കസ് ചെയ്യുന്നതായതുകൊണ്ട് പലർക്കും ചിലപ്പോൾ സംശയമുണ്ടാവും, ഇത് കുട്ടികൾക്കുള്ളതാണെന്ന്. അങ്ങനെ ഒരു വേർതിരിവ് സൈക്കിളിൻ്റെ കാര്യത്തിലില്ല. കാരണം അത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ എന്നൊന്നും വേർതിരിവില്ല. കാരണം നമ്മുടെ ഈ ചെറിയ പ്രദേശത്തുമാണെങ്കിൽ ചിലപ്പോൾ 15 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും സൈക്കിൾ ഉപയോഗിച്ച് സ്കൂട്ടിയിലേക്ക് മാറും എന്ന് കരുതി ഇവിടുന്ന് കുറച്ചപ്പുറം കണ്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കാണാനാണ്. കുട്ടികൾ എന്നോ മുതിർന്നവർ എന്നോ വേർതിരിവൊന്നും ഇല്ലാതെ യാത്രയ്ക്കും മറ്റും ഉപയോഗിക്കും. സ്ത്രീകൾ വരെ അവിടെ വ്യാപകമായിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്നത് കാണാം. വ്യായാമ ആവശ്യങ്ങൾക്ക് വരെ സൈക്കിൾ ഉപയോഗിക്കുന്നു. കാരണം ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത് എന്ന് എല്ലാ വിദഗ്ധരും പറയുന്നുണ്ട്. ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വേറെ തന്നെ ഉണ്ട്. പിന്നെ അതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നത് പര്യാപ്തമല്ല. കാരണം ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ നിർദ്ദേശങ്ങളൊന്നും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നീട് നമുക്ക് കുറേശ്ശൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. സൈക്കിളില്ലാത്ത വീടുകൾ ഇന്ന് ചുരുക്കമാണ്. അധിക വീടുകളിലും 2-3 സൈക്കിൾ ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സൈക്കിൾ ഉണ്ടാവും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അത് സ്പോർട്സ് സൈക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബൈസൈക്കിൾ ഉണ്ടാവും. ഇതൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ, വളരെ ചെറിയ കംപ്ലൈൻറ്റുകൾ വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ സർവീസ് സെൻ്ററിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും മൂലയിലേക്ക് ഇത് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിന്? ഞാനൊരു സൈക്കിളിൻ്റെ സ്ഥാപനം നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പലരും പറയാറുമുണ്ട്. ചിലപ്പം എയറടിച്ച് എയർ കയറുന്നില്ല, അല്ലെങ്കിൽ എയറില്ല എന്ന പേരിലൊക്കെ സൈക്കിൾ കടയിലേക്ക് എത്തും. നമ്മൾ കടയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എയറടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ തീർന്ന് അത് അതേമാതിരിയാണ് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാം? ചെറിയ കംപ്ലൈൻറ്റുകൾ തീർക്കാനുള്ള പരിഹാരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചെയ്യാം. കാരണം ഒരു ബ്രേക്ക് ആയിക്കോട്ടെ, മറ്റുള്ള എന്തെങ്കിലും എയറില്ലാത്ത അല്ലെങ്കിൽ ട്യൂബ് പഞ്ചർ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും അത് നന്നാക്കാവുന്ന ആണ്. അത് നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ തുടർന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഞങ്ങൾ ചെറിയ അറിവുകൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ മുന്നോട്ടുള്ള വരവിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം അത്യാവശ്യമാണ്. എങ്കിലേ നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. ഓരോരുത്തരും ചാനലിനെ ഫോളോ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് ബട്ടൺ അമർത്തി സഹകരിക്കണം. മനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ചാരിറ്റിയാണ് അത് നമ്മൾ പിന്തുണയ്ക്കുക, സഹകരിക്കുക. ഏതായാലും ആ ഒരു സഹകരണം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ വാക്കുകൾ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി.